ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്പേഴ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 24 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ നമ്പേഴ്സ് ആണ് നമുക്ക് തരുന്നെങ്കിൽ, വലിയ സംഖ്യകളുടെ നിശേഷകരണം നമുക്ക് പരിശോധിക്കണമെങ്കിൽ കോപ്രൈം ജോഡികളാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുഘടകം എന്ത് മാത്രമേ വരാവൂ? ഒന്ന് മാത്രമേ വരാവൂ. പൊതുഘടകം എന്ന് വെച്ചാൽ കോമൺ ഫാക്ടർ, നമുക്ക് തരുന്ന രണ്ട് നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ 1 ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവൂ, എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 24 അല്ലേ. അപ്പൊ 24ന്റെ 4 നമുക്ക് ഏതിന്റെയൊക്കെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 24 എന്ന് പറയുന്നത് നമുക്ക് ഏതിന്റെയൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും? 2 × 12 ചെയ്താൽ നമുക്ക് 24 കിട്ടും അല്ലേ. പിന്നെ അടുത്തൊരു പേര് ഏതാണ്? 3 × 8 ചെയ്താലും നമുക്ക് ഏത് കിട്ടും? 24 കിട്ടും അല്ലെ. പിന്നെ ഒരു പേരും കൂടെ ഉണ്ടല്ലോ, ഏതാണ്? 4 ഉം 6 അല്ലെ. 4 × 6 ചെയ്താലും നമുക്ക് എത്ര കിട്ടാം? 24 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതില് കോപ്രൈം ജോഡികളായിട്ട് വരുന്ന ഏതൊക്കെയാണ്? കോപ്രൈം എന്ന് വെച്ചാൽ പൊതുഘടകം ഏത് വരണം? 1 വരണം. അപ്പൊ 2 ഉം 12 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം പൊതുഘടകം ഏതാണ്? 2 ആണ് അല്ലെ. അപ്പൊ ഇത് എടുക്കാൻ പറ്റില്ല. ഇനി 4 ഉം 6 എടുക്കാൻ പറ്റുമോ? അതും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെയും കോമൺ ഫാക്ടർ ആരാണ്? 2 ഉണ്ട്. ഇനി 3 ഉം 8 നോക്കുവാണെങ്കിലോ, 3 ഉം 8 നോക്കിക്കഴിഞ്ഞാൽ കോമൺ ഫാക്ടർ ആരേ ഉള്ളൂ? 1 ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കോപ്രൈം ജോഡി അല്ലെ എന്ന് പറയുന്നത് ഏതാണ്? 3 ഉം 8 ആണ്. അപ്പോൾ ഒരു സംഖ്യയെ 3 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ അത് ഏത് കൊണ്ടും ഹരിക്കാൻ പറ്റും? 24 കൊണ്ടും നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ തന്നിരുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഇവരുടെ റൂളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്പർ എടുക്കാം, 15824. അപ്പൊ ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ 1 + 5 + 8 + 2 + 4 ചെയ്യുമ്പോൾ കിട്ടുന്നത് 20 ആണ്. 20 എന്ന് പറയുന്നത് 3 പറ്റുമോ? ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒന്നിന് പറ്റില്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്തതിലോട്ട് പോവാം. അടുത്ത ഏതാണ്? 14824 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് നോക്കാം. 1 + 4 + 8 + 2 + 4 കിട്ടുന്ന 19 ആണ്. അതും എന്തല്ല? 3ൽ ഡിവിസിബിൾ ആയിട്ട് കിട്ടുന്നില്ല. പിന്നെ 4 നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത നമ്പർ നോക്കാം, 13824. അപ്പോൾ പ്ലസ് ചെയ്ത് നോക്കാം. 1 + 3 + 8 + 2 + 4 എത്ര കിട്ടും? 18 ആണ് കിട്ടുന്നത്. 18 എന്ന് പറയുന്നത് 3ന്റെ ടേബിളിൽ ഉണ്ട് അല്ലെ. അപ്പൊ ഇനി ഏതും കൂടെ ചെക്ക് ചെയ്യുക? 8ന്റെ ടേബിളും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെത് ചെക്ക് ചെയ്ത് നോക്കണം. അവസാനത്തെ 3 ഡിജിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അല്ലെ. 8ന്റെ റൂൾ അതല്ലേ. അവസാനത്തെ 3 ഡിജിറ്റ് എടുക്കാം. 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഏത് നമ്പർ കിട്ടും? 824 എന്ന് കിട്ടും. അതിനെ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 824നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിക്കേ? 1 × 8 കിട്ടും. 0 വരും. 2 തമ്മിൽ താഴോട്ട് കൊണ്ടുവന്നു. ഇനി 8ന്റെ ടേബിളിൽ 2 8നെക്കാട്ടി ചെറിയ വാല്യൂ ആണ് അല്ലെ. ചെറിയ വാല്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ 0 ഇട്ടിട്ട് വേണം അടുത്ത ഡിജിറ്റിന് താഴോട്ട് ഇറക്കാൻ. അപ്പൊ താഴോട്ട് ഇറക്കുമ്പോൾ നമുക്ക് ഏത് കിട്ടി? 24. 8നെക്കാട്ടി വലിയ നമ്പർ കിട്ടി അല്ലെ. 8ന്റെ ടേബിൾ എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ആണ് അല്ലെ 24. സോ നമുക്ക് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. 0 റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. സോ നമുക്ക് എന്ത് പറയാം? ഇത് 3ലും ഡിവിസിബിൾ ആണ്, 8ലും ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതിൽ ഡിവിസിബിൾ ആയിരിക്കും? 24ലും ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയി? ഓപ്ഷൻ ഡി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.